നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലും അലർജിയും ആസ്മയും എന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഫിറോസ് ഹക്കീമാണ്. അപ്പോ ഡോക്ടറിനെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ പ്രിയ ശ്രോതാക്കളോട് എന്താണ് നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടറിന് പറയാനുള്ളത്? ഈ അലർജി ആസ്മ എന്ന് പറയുമ്പോൾ അത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് പേർക്ക് അലർജിയും ആസ്മയും. അപ്പൊ അത് തമ്മിലുള്ള ബന്ധം എന്താണെന്നും അല്ലെങ്കിൽ ഒന്നൊന്നിലേക്ക് നയിക്കുമോ എന്നതിനെ കുറിച്ച് ഒരുപാട് അവ്യക്തത ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഈ സെഷൻ കൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. അപ്പോൾ മെയ് 3 എന്ന് പറയുന്നത് വേൾഡ് ആസ്മ ഡേ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡോക്ടറിന് പറയാം. നമ്മൾ ഈ വർഷം മെയ് 3 വേൾഡ് ആസ്മ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ ആസ്മ കെയർ ഫോർ ഓൾ. അതായത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കും ആസ്മ രോഗം ചികിത്സിക്കാൻ അല്ലെങ്കിൽ അത് ഭേദമാവാനുള്ള ഒരു അവസരം എന്നുള്ളതാണ് ജീന ഗൈഡ് അവരാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന പോലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പാവപ്പെട്ടനായാലും പണക്കാരനായാലും ആസ്മയുടെ ട്രീറ്റ്മെന്റ് എല്ലാവരിലേക്കും ലഭിക്കുക. തീർച്ചയായും. അപ്പൊ അതാണ് ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു കോൾ ഉണ്ട്, ആരണം നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ശൈലജ. ഓക്കെ ചേച്ചി, ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഹലോ, നമസ്കാരം. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ തയ്യലാണ്. പറഞ്ഞോളൂ. അപ്പൊ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വേറൊന്നുമില്ല, എന്റെ കൈയും ഷോൾഡറും കഴുത്തടിയും ഭയങ്കര ചൊറിച്ചിലാണ്. ചൊറിഞ്ഞ് തടിക്കുന്നൊന്നുമില്ല, അങ്ങ് ചൊറിയ. അപ്പൊ അത് ഡോക്ടറെയൊക്കെ കാണിച്ചു, ഞാൻ ഓയിൽമെന്റ് ഒക്കെ ഗുളിയൊക്കെ കഴിക്കുന്നെങ്കിലും എനിക്കത് കുറവില്ല. ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞു, ബ്ലഡ് പരിശോധിച്ചപ്പോ അതിനകത്തങ്ങ് ഒന്നുമില്ല. എനിക്ക് സന്ധ്യയാകുമ്പോഴാണ് ഡോക്ടറെ ഈ ചൊറിച്ചില്, അതായത് നമ്മളെ പുഴുവാട്ടുന്നത് പോലെ. സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചായിരുന്നോ? സ്കിന്നിന്റെ ഡോക്ടറെയാണ് കാണിച്ചത്. എന്ത് പറഞ്ഞു? അപ്പം ബ്ലഡ് പരിശോധിക്കാൻ പറഞ്ഞായിരുന്നു. ബ്ലഡിലൊന്നും കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ബേസിക്കലി അലർജിക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും മാഡം അത് ചിലപ്പോൾ നമുക്ക് ഈസിനോഫീലിയ കൊണ്ടോ അല്ലെങ്കിൽ എലിവേറ്റഡ് IG ലെവൽസ് കൊണ്ടോ ഒക്കെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ആയിരിക്കണം. ഫംഗൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ഫംഗൽ അണുബാധ കൊണ്ട് സ്കിൻ ലീഷൻസ് ഉണ്ടാവാം, വിയർപ്പ് കെട്ടുമ്പോൾ കൊണ്ടുണ്ടാവാം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു സ്കിൻ ഡോക്ടറിനെ കണ്ട് അതിനൊരു ശാശ്വത പരിഹാരം എടുക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് എന്റെ തൊഴിൽ തയ്യലാണ്. അപ്പൊ ഈ തുണിയിൽ നിന്നൊക്കെ ഉള്ള ഇതാണോ? സാധ്യതയുണ്ട്. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ട്. ചില വസ്തുക്കൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ പറയുന്ന പോലെ ശരീരത്തിന്റെ സ്കിന്നിൽ ചില റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന പോലെ അതിപ്പോ സ്കിന്നിന്റെ അതിന്റെ നിറവ്യത്യാസം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡോക്ടറെ കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ മാഡം. ശരി, ഓക്കെ ഡോക്ടറെ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.